എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പുതിയ ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരുപാട് ടീച്ചേഴ്സ് ബി.എഡും ടി.ടി.സിയും ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ പേടിയായിട്ട് അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു പേടി കാരണം സ്കൂളിൽ പോകാതെ ഇരിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോ അങ്ങനെയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ ചെറുതുണ്ടാകുമ്പോൾ എങ്ങനെയാണോ സ്കൂളിൽ പഠിക്കാൻ പോയത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ പോയത്, അതുപോലെ ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അതായത് ഞാൻ പോകുന്ന സ്കൂളില് എനിക്ക് അവിടുത്തെ കുട്ടികളിൽ നിന്നും അവിടുത്തെ ടീച്ചേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ നല്ലൊരു ടീച്ചർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോടെ ശ്രദ്ധയോടെ അതിനൊക്കെ ഉപരി നിങ്ങൾ സന്തോഷത്തോടെ വേണം ഈ ഒരു ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ടീച്ചർ ആവാൻ വേണ്ടി റെഡിയായി. ഇനി നിങ്ങൾക്ക് ഡെമോ ക്ലാസ് എടുക്കണം, കുട്ടികളെ ഫേസ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ ഓക്കെ ആണ്. ഓക്കെ മീൻസ് ഒരു 60% ഓക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോ നിങ്ങൾ ഏതായാലും ടീച്ചർ ആവാൻ വേണ്ടി തീരുമാനിച്ചുവല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോ പ്രൈവറ്റ് സ്കൂളിലേക്കാണ് ആദ്യം തന്നെ പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ, CBSE ICSE സ്കൂളുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തായാലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് ഈ ഓവർകം ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ അത്ര ഡ്രസ്സിംഗ് സെൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അത്ര പോരാ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ടീച്ചർമാരെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി പരിശ്രമിക്കണം. ഇനിയിപ്പോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്ര പോരാ, നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസും പേഴ്സണാലിറ്റിയും നിങ്ങൾ നന്നായി ഇംപ്രൂവ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികളുടെ മുന്നിൽ, അതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ ആ ഒരു നല്ല അപ്പിയറൻസ്, നിങ്ങളുടെ ആ ഒരു നല്ല പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്നവരെ അത് സ്വാധീനിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സബ്ജക്റ്റിനെ കുറിച്ചും നല്ലൊരു അറിവില്ല, അതായത് 60% അത്ര മാത്രമേ ഉള്ളൂ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അത്ര സ്ട്രോങ് അല്ല, അപ്പൊ പിന്നെ എങ്ങനെ സെലക്ഷൻ കിട്ടും? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാം അറിഞ്ഞിട്ടല്ല, എല്ലാം പഠിച്ചിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താണ് പലതും പഠിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുക. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 10 വർഷമായി പഠിപ്പിക്കുന്ന ടീച്ചറെക്കാളും ഒരു 3 മാസം മുമ്പ് വന്ന ഫ്രഷർ ടീച്ചർ ഉണ്ടല്ലോ, അവർ കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചറായിട്ട് മാറിയ സംഭവങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ ടീച്ചർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. കാരണം ആ ടീച്ചർക്ക് അറിയാം, എനിക്ക് നാളെ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിക്കണം, അപ്പൊ അത് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അവരത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താണ് ക്ലാസ്സിൽ പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്റർ പഠിപ്പിക്കാൻ അവർ അതിലും നന്നായിട്ട് ഹോംവർക്ക് ചെയ്യും. ഇപ്പോ ഒരു പീരീഡ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർമാർക്ക് ഒരു ബുക്ക് മുഴുവൻ പഠിക്കേണ്ട, അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചു തീർക്കും എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ടീച്ചർമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പുതിയ ടീച്ചർമാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ നാളെ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗത്തെക്കുറിച്ച്, അതായത് കുട്ടികളെ അതിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസും അതുപോലെ ആക്ടിവിറ്റീസും ഒക്കെ കളക്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇപ്പൊ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പൊ അതൊന്നും ഇപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമുള്ള കാര്യമേ അല്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ റെഡിയായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയാല് കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സിലേക്ക് അട്രാക്ട് ആവും. അല്ലാതെ ടീച്ചർമാർക്ക് ക്ലാസ്സിൽ പോയിട്ട് ഒരു ടെക്സ്റ്റ് മുഴുവൻ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഓർമ്മിച്ചെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളല്ലല്ലോ പരീക്ഷ എഴുതാൻ പോകുന്നത്, നിങ്ങളെ കുട്ടികളാണല്ലോ പരീക്ഷ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് ടീച്ചർമാർക്ക് ഒരു സബ്ജക്ട് മാത്രമേ പഠിപ്പിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് ഓരോ ചാപ്റ്റർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിപ്പിക്കാം. അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ അത്ര പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്യുക. പിന്നെ ടീച്ചേഴ്സ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക. അതായത് മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ഏതൊരു സിറ്റുവേഷനിലും ഏത് തരത്തിലുള്ള ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ അതിന് ആൻസർ കണ്ടുപിടിച്ചു കൊടുക്കും എന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ ആൻസർ അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും, അത് നിങ്ങൾക്ക് സമയം എടുത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ കാണിക്കരുത്.
കുട്ടികൾ എന്ത് ചോദിച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവർക്കത് പറഞ്ഞു കൊടുക്കും. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തെ ഞാൻ പേടിക്കില്ല. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതല്ല ടീച്ചർക്ക് ടെൻഷൻ ഉണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ നിങ്ങളെ വിടില്ല. നിങ്ങളൊരു മെയിൽ ടീച്ചർ ആയാലും ഒരു ഫീമെയിൽ ടീച്ചർ ആയാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ അത്യാവശ്യം സ്ട്രിക്റ്റ് തന്നെയാണെന്ന ഒരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവണം. അതേസമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ അല്പം പൊളൈറ്റ്നെസ്സും കാണിക്കണം. എന്ന് വെച്ച് കുട്ടികൾ നിങ്ങളുടെ തലയിൽ കയറുന്ന തരത്തിലല്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ കുട്ടികളെ ഫിസിക്കൽ പണിഷ്മെന്റ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, കുട്ടികളെ ശിക്ഷിക്കാതെ എങ്ങനെ ക്ലാസ് എങ്ങനെ കൺട്രോൾ ചെയ്യും? നമുക്ക് നമ്മുടെ ബോൾഡ് ആയ വോയിസ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ വോയിസ് മതി നമുക്ക് ക്ലാസ് കൺട്രോൾ ചെയ്യാൻ. സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കുട്ടികളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ പഠിപ്പിക്കലിനെ എളുപ്പമുള്ളതാക്കും. അപ്പൊ ഇപ്പോഴും പഠിപ്പിക്കാൻ പേടിച്ച് മാറി നിൽക്കുന്ന ടീച്ചേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് മികച്ച ഒരു ടീച്ചിങ് കരിയർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.